176 റൺസ് വിജയലക്ഷ്യവുമായി ഇന്ത്യക്കെതിരെ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാന്റെ തുടക്കം തകർച്ചയോടെ. ആദ്യ റണ്ണെടുക്കും മുൻപ് തന്നെ വിക്കറ്റ് വീണു. 34 റണ്ണെടുക്കും മുൻപ് 4 വിക്കറ്റുകൾ നഷ്ടമായി. ഇഷാൻ കിഷൻ നേടിയ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിലാണ് ഇന്ത്യ 175 റൺസ് നേടിയത്. 2020 ചരിത്രത്തിൽ ആദ്യമായി 6 സ്പിന്നർമാരെ ഇറക്കിയ പാകിസ്ഥാൻ ടോസ് നേടിയിട്ടും ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ടോസ് സമയത്ത് ഇരു നായകന്മാരും ഹസ്തദാനം ചെയ്തിരുന്നില്ല. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആദ്യ ഇന്നിംഗ്സ് ഇന്ത്യയുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. കളി ഇന്ത്യയുടെ കൈവശമായി എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? തീർച്ചയായും അനുശ്രീ പറയേണ്ടിയിരിക്കുന്നു. കാരണം 175 ഒരു ഗംഭീരമായ ടോട്ടൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഗ്രൗണ്ടിൽ 160 മുതൽ 180 വരെ ഒരു വലിയ ടോട്ടലായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. അതിൽ 175 ഇന്ത്യ എത്തി. ഒരു ഘട്ടത്തിൽ ഇഷാൻ കിഷൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് 200 വരെയൊക്കെ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇന്നിംഗ്സ് ഒന്ന് സ്ലോ ആയെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് നോക്കുകയാണെങ്കിൽ 5.2 ഓവറിൽ 36 റൺസ് മാത്രം എടുത്ത പാകിസ്ഥാന്റെ 4 വിക്കറ്റുകളാണ് ഇന്ത്യൻ ബൗളർമാർ പിഴുതെടുത്ത് കളഞ്ഞത്. അതിനകത്ത് അക്ഷർ പട്ടേലാണ് ഏറ്റവും ഒടുവിൽ ബാബർ അസമിന്റെ വിക്കറ്റ് എടുത്താണ് 4 വിക്കറ്റ് കോളം തികച്ചത്. അതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയും അതോടൊപ്പം തന്നെ ജസ്പ്രീത് ബുംറയും വിക്കറ്റുകൾ എടുക്കുന്നുണ്ടായി. ബുംറ 2 വിക്കറ്റുകൾ വീഴ്ത്തി. 2 ഓവറിൽ 17 റൺസ്. ഹാർദിക് പാണ്ഡ്യ 2 ഓവറിൽ നിന്ന് ഒരു മെയ്ഡിൻ ഉൾപ്പെടെ 8 റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തി. ഇപ്പോൾ വരുൺ ചക്രവർത്തിയാണ് പന്തെറിയാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അങ്ങനെ യൂസ് ചെയ്ത 2 പേസ് ബോളർമാരും, ഒന്ന് ഹാർദിക് പാണ്ഡ്യ ആവട്ടെ മറ്റൊന്ന് ജസ്പ്രീത് ബുംറ ആവട്ടെ, 3 വിക്കറ്റുകൾ വീതം 3 വിക്കറ്റുകൾ ഇരുവരും ചേർന്ന് വീഴ്ത്തുണ്ടായി. ഈ കണ്ടീഷൻ മൊത്തത്തിൽ സ്പിന്നിന് അനുകൂലമാണ്, സ്ലോ സർഫസ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും സീമർമാരായ 2 പേർക്കും വിക്കറ്റ് കിട്ടാൻ സാധിച്ചത് പക്ഷേ ഒരു ക്വാളിറ്റി ബൗളിംഗ് കൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും. തുടക്കം തന്നെ ആക്രമിച്ച് കളിക്കാൻ ആയിരുന്നു പാകിസ്ഥാന്റെ ശ്രമം. പക്ഷേ അതെല്ലാം പിന്നീട് പോകുന്നതാണ് കണ്ടത്. പാകിസ്ഥാന്റെ ഈ T20 ലോകകപ്പിലെ ഏറ്റവും ടോപ്പ് സ്കോറായ സയ്യിദ് സദ ഫർഹാൻ 0 റണ്ണിന് പുറത്താവുന്ന കാഴ്ച 4 പന്തുകൾ ഫേസ് ചെയ്തു. അതിനുശേഷം സൈം അയ്യൂബ് ആദ്യത്തെ പന്തിൽ 6 അടിക്കുന്നു, രണ്ടാമത്തെ പന്തിൽ പുറത്താവുന്നു. സൽമാൻ ആകട്ടെ ക്യാപ്റ്റനാണ്, 4 റണ്ണ് മാത്രമാണ് എടുത്ത് പുറത്താവുന്നത്. ഇപ്പോൾ നിലവിൽ ബാബർ അസവും കൂടി പുറത്തായി, വെറും 5 റൺ എടുത്തുകൊണ്ട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്മാൻ ഖാനാണ്. ഉസ്മാൻ ഖാൻ 21 റൺസുമായിട്ട് നിൽക്കുന്നു. ഷതാബ് ഖാനാണ് നോൺ സ്ട്രൈക്കിൽ നിൽക്കുന്നത്. അപ്പോൾ ഇരുവരും ചേർന്നാണ് ഇപ്പോൾ പാകിസ്ഥാനെ ഒരു കരയ്ക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇനി ഏകദേശം 86 പന്തുകളിൽ നിന്ന് 138 റൺ വേണം. നോക്കുമ്പോഴേക്കും ഗെറ്റബിൾ ടാർഗറ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും കണ്ടീഷൻസ് വളരെ വിപരീതമാണ്. 4 വിക്കറ്റുകൾ വീഴ്ന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു 4 നട്ടലിൽ ഉള്ള പാകിസ്ഥാൻ ബാറ്റർമാരാണ് വീണിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ നല്ല പ്രഷറിലാണ്. നിലവിലത്തെ കണ്ടീഷൻ എടുത്ത് നോക്കിയാൽ ഇന്ത്യക്ക് തന്നെയാണ് ഒരു മുന്നിൽ നിൽക്കാൻ കഴിയുന്നത്. ഈ ഘട്ടത്തിൽ എത്തി നോക്കണം. ഒരു മാജിക്കൽ ഇന്നിങ്സ് പാകിസ്ഥാൻ ബാറ്റർമാരിൽ ഉണ്ടായാൽ മാത്രമേ നിലവിലത്തെ സാഹചര്യം ഒന്ന് റിവേഴ്സ് അടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ മത്സരം ഇന്ത്യ തന്നെ ജയിക്കാനൊരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ വലിയ മാർജിനിൽ തന്നെ ഇന്ത്യക്ക് ഈ മത്സരം ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് നിലവിലത്തെ കണക്കുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തുടക്കം തന്നെ പവർ പ്ലേയിൽ തന്നെ 4 പ്രധാനപ്പെട്ട വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യക്ക് സാധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ബോണസായിട്ട് മാറുകയാണ്. ശരി, എം എസ് ഹരികൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.